ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. ഇറ്റ്സ് മീ ശ്രുതി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗോവ സീരീസിൻ്റെ നെക്സ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സെലോലിം ഡാമാണ്. അപ്പോൾ ഈ സെലോലിം ഡാം വരുന്നത് നമ്മുടെ സൗത്ത് ഗോവയിൽ കിപ്പെം എന്നൊക്കെ പറയുന്ന ആ ഒരു വില്ലേജിനൊക്കെ അടുത്തായിട്ടാണ് നമ്മളുടെ സെലോലിം ഡാം വരുന്നത്. എന്നാൽ അതിൻ്റെ ഷേപ്പ് കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ളൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ അതേ മഴക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഒരു വൈകുന്നേരം ടൈമാണ്, ഒരു 4 മണി 3 മണി 3:30 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ലൊരു വെതറാണ് കേട്ടോ. അപ്പോൾ ഇത് കിപ്പെം എന്ന് പറയുന്ന കപ്പെം എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്, ഒരു വില്ലേജ് ഏരിയ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിലത്തേക്ക് പോലെ ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ മെയിനായിട്ടും ഫാം ഹൗസുകളൊക്കെ ഉണ്ടോ ഉള്ളത്. അപ്പോൾ ഫാം ഹൗസ് സ്റ്റേ ഒക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്ലേസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ അടുത്താണ് ഞങ്ങൾ കാണാൻ പോകുന്ന സെലോലിം ഡാം ഉള്ളത്. ഭയങ്കര ഒരു കാട് പോലത്തെ ഒരു പ്രദേശമുണ്ട് കണ്ടോ. ഇവിടെ നിന്നുള്ളതായിരുന്നു വ്യൂ. ഇവിടെ വ്യൂ ഇല്ല. ഹായ്. അപ്പം ഞങ്ങളിതേ സെലോലിം ഡാം കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ലാസ്റ്റ് ഞങ്ങൾക്ക് പണി തന്നതാണ്. ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. പിന്നെ മഴ പെയ്യുന്ന തോന്നുന്നു, മഴ പെയ്തു. അത് തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്ടിരിക്കുകയാണ്. മഴ കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മഴ കണ്ടിട്ട് കുറയോ എന്നുള്ളത് ഡൗട്ടാണ്. ഹായ്. അപ്പോൾ ഞങ്ങൾ സെലോലിം ഡാമിൽ എത്തിയിട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. കാരണം കൂടുതൽ മഴ കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാം വേണമെങ്കിൽ അടച്ചു പോകും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ മൺസൂൺ ടൈമിലൊക്കെ ഗോവയിൽ വരുന്ന ആളുകൾക്ക് ബീച്ചിലേക്കുള്ള എൻട്രി അത്രയ്ക്ക് അങ്ങോട്ട് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ വരാൻ പറ്റിയ കുറേ സ്ഥലങ്ങളാണ് ഇതേപോലെയുള്ള ഡാംസ് ഉണ്ടാവും. പിന്നെ കുറേ ഫാം ഹൗസൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല സ്റ്റേ ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡാം. അപ്പോൾ നല്ല സ്ലിപ്പറിയാണ് റോഡൊക്കെ, മഴ പെയ്തിരിക്കണോണ്ട്. പോയി നോക്കാം. എവിടെ എന്താണെന്ന് എൻ്റെ ടോണിലൊരു വ്യത്യാസം വന്നത്. അവിടെ എഴുതി വെച്ചേക്കണം, ഗേറ്റിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടല്ലേ മെയിൻ പോകുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് പേടിച്ചതാണ്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, എൻട്രി അലൗഡൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഡാമിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിൽ എത്തിയപ്പോൾ അവർ ഞങ്ങളോട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കണ്ടോ, നല്ല മനോഹരമായിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് ഈ ക്ലൈമറ്റിൽ പോയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല മഴ ഇപ്പം പെയ്യുന്നുള്ള, മഴ ചാർന്നുണ്ടായിരുന്നു, മഴ ഓൾറെഡി പെയ്ത് ഇറങ്ങി നിൽക്കുമായിരുന്നു. ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഡാമും ഇങ്ങനെ മല, ദൂരത്ത് ഇങ്ങനെ മലയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ സെലോലിം ഡാമിന് ഇതിക്ക് മുമ്പ്? നിങ്ങൾ വന്നിട്ടുണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. 60 റുപ്പീസാണ് പെർ പേഴ്സൺ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരായതുകൊണ്ട് 120 റുപ്പീസാണ് കൊടുത്തത്. എന്തായാലും വർത്താണ്. ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടേ. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ ഒരു ഡാമും പോയി കണ്ടിട്ടില്ല. എന്താ പറയുക, അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കേരളത്തിൽ 14 ജില്ലകളിൽ കൂടി വന്നൊരു 3-4 ജില്ലകളിൽ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള ജില്ലകൾ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഈ ഗോവയിലാക്കി കൂടി അറിയാമല്ലോ, 2 ജില്ലകളേ ഉള്ളൂ. ആ 2 ജില്ലകളിലെയും എങ്കിലും മാക്സിമം സംഭവങ്ങളൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുറേ സംഭവങ്ങൾ നമ്മൾ കാണാത്തുണ്ട് കേട്ടോ, കുറേ പ്ലേസൊക്കെ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഗോവ ഒന്നെല്ലാം കണ്ട് കഴിഞ്ഞ് നമുക്ക് പതിയെ കേരളത്തിലെല്ലാം കണ്ട് അങ്ങനെ പതിയെ ഒന്ന് ഇത് ആക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറേ നാൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പുറത്തേക്കൊന്നും പോവാണ്ടിരുന്നിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടായിരുന്നു, ഭയങ്കര സങ്കടവും അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഗോവയിൽ വന്നതിന് ശേഷം ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ അകത്തിരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താകെ ഒരു സ്ട്രെസ് ഫീലിംഗ് അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ഹാപ്പി മൂഡാവും, ഹാപ്പി വൈബാവും, പോസിറ്റീവ് വൈബാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അധികം ആളുകളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കേട്ടോ. പക്ഷെ അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാം കാണാനായിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാം കാണാനായിട്ട് വരുവാണെങ്കിൽ എപ്പോഴും മൺസൂൺ സീസൺ തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ. ജൂൺ ടു സെപ്റ്റംബർ സീസൺ തന്നെ തിരഞ്ഞെടുക്കുക. കാരണം അപ്പോഴായിരിക്കും ആ വെള്ളത്തിൻ്റെയൊക്കെ അത്രയും ഒഴുക്കും ആ ഒരു ഭംഗിയിലൊക്കെ ആ ഒരു ഡാം കാണാൻ പറ്റുക.
അപ്പോൾ ആ ഒരു സീസൺ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജൂൺ ടു സെപ്റ്റംബർ മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബീച്ചൊന്നും പോകാണ്ട് ഇതേപോലുള്ള ഡാം ഒക്കെ കാണാനായിട്ട് വരിക. ബീച്ചിൽ പോകണ്ടെന്നല്ല കേട്ടോ, ബീച്ച് എന്തായാലും ഗോവയുടെ എന്താ പറയുക ലൈഫ് ലൈനാണ്. അപ്പോൾ ബീച്ച് എന്തായാലും വിടാൻ പറ്റില്ല. പക്ഷേ മൺസൂൺ ടൈമിലൊക്കെയാണ് വന്നെങ്കിൽ ഇതേപോലെ ഡാമൊക്കെ കാണാം കേട്ടോ. കണ്ടോ ആ ഡാമിൻ്റെ ഭംഗിയുണ്ടോ, അതിൻ്റെ ഷേപ്പാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ്. മഴ പെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ജിത്തുദേ ആ കുടയിലുള്ള മൽപ്പിടുത്തമാണ് അത് കെട്ടിവെക്കാനായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ നല്ല കൂളായിരുന്നു, കൂൾ ബ്രീസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഡാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡാം കാണുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ വേണമെങ്കിൽ പല ഡാമുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ, മുല്ലപ്പെരിയാർ, ഇടുക്കി ഡാം, അങ്ങനെ കുറേ ഡാമുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കേരളത്തിൽ, അപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്നും അല്ലാന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്ക് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ആ മനോഹരമായിട്ടുള്ള ഡാം. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡാം നേരിട്ട് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇതുവരെ കേരളത്തിൽ ഡാം നേരിട്ട് കണ്ടിട്ടില്ല, ടി വിയിലൊക്കെയാണ് കാണാറ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു എക്സ്പീരിയൻസ്. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ഗോവയിൽ ഈ ഒരു മഴക്കാലത്തേക്കാണ് വന്നെങ്കിൽ ഇവിടെ വരണം കേട്ടോ. അല്ല വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഇങ്ങനെ വെള്ളം അങ്ങനെ പോലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മഴ ടൈമിൽ ഇങ്ങനെ മൺസൂൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ വന്നേ. ഹായ്. അപ്പോൾ എന്ത് ഭംഗിയാണ് നോക്കിയാലേ കാണാനായിട്ട്. അപ്പുറത്ത് നല്ല അടിപൊളി ഡാം, ഇപ്പുറത്തെ അടിപൊളി ഷട്ടറൊക്കെ തുറന്നിട്ട് നല്ല കാലാവസ്ഥ. മൺസൂൺ എന്താ പറയുക, നല്ല ഈവനിങ് ടൈം, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഗോവ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ബീച്ചസ് മാത്രം പോകാണ്ട് എന്തായാലും ഈ സൊലേറിയം ഡാമും വന്ന് കാണണം. അത് മൺസൂൺ ടൈമിൽ തന്നെ വന്ന് കാണണം കേട്ടോ. എന്നാലേ അതിൻ്റേതായ ആ ഒരു സൗന്ദര്യം, ഇപ്പോൾ കാണുന്ന ആ ഒരു സൗന്ദര്യമില്ല, ആ സൗന്ദര്യത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗോവയിലേക്ക് ഇതാണ് ഇവിടുത്തെ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ആ ഒരു ഭാഗം. ഇതാണ് ഞങ്ങളുടെ ഗോവ സെലോലിൻ ഡാം. ഗോവ ബിയോണ്ട് ബീച്ചസ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയിലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, ഇവിടെ വന്ന് കാണണം ഈ ഡാമും. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ചു പോവാണ് കേട്ടോ. ടൈം ആയിട്ടുണ്ട് ഓൾറെഡി. ഓൾമോസ്റ്റ് 6 o'clock കഴിഞ്ഞിട്ടുണ്ട്. 6:30 വരെയായിട്ട് ഇവിടെ ടൈമിംഗ് ഉള്ളത്. എത്ര മണിക്കാണ് കയറേണ്ടത് അത് കാണിച്ചിട്ടുണ്ടോ? 9:30 ആണോ? 9 to 9:30 ആയിരിക്കുള്ളൂ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ക്ലോസ് ടൈം എന്ന് പറയുന്നത് 6:30 ആണ്. അപ്പോൾ ഇപ്പോൾ 6 o'clock ഒക്കെ കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വന്നോട്ടോ സെലോലി ഡാം. ഹായ്. അപ്പോൾ ഞങ്ങൾ ഡാമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ ഉൾ റോഡ് ആയതുകൊണ്ടും കുറച്ച് വില്ലേജ് ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ അധികം അങ്ങനെ കടകളൊന്നുമില്ല, 1-2 കടകളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ഷെഡിലെ കടയിൽ അങ്ങോട്ടൊക്കെ കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജിത്തു ആസ് യൂഷ്വൽ ജിത്തുവിൻ്റെ ഫേവറേറ്റ് റോസ് ഓംപ്ലേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മിർച്ചി വടയാണ് പറഞ്ഞത്. മിർച്ചി വടയും പിന്നെ അവിടെ നല്ല ചൂടോടുകൂടി അവർ നമ്മുടെ ഉള്ളിവടയുടെ ഒരു വെറൈറ്റി, അത് കാന്താ ബജ്ജി എന്ന് പറയുക, അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ചൂടോടുകൂടി നല്ല ബജ്ജി കഴിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ, നല്ല ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചായ കുടിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇതേപോലെയൊക്കെ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചായക്കടിയുടെ ഒക്കെ കൂടി ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ് കേട്ടോ. റെഗുലർലി ഞാനങ്ങനെ വീട്ടിൽ ചായ ഒന്നും കുടിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ്.
അപ്പം ഞാൻ ഈ വായം കൊണ്ട് കോപ്രായം കാണിച്ചത് വേറെ ഒന്നും അല്ല കേട്ടോ, എൻ്റെ നാക്ക് നന്നായിട്ട് പൊള്ളി, നല്ല ചൂടോട് കൂടിയിട്ടുള്ള ബജ്ജിയായിരുന്നു, ഞാനത് ഓർക്കാതെ ഞാൻ എടുത്ത് കടിച്ചത്. അപ്പോൾ നന്നായിട്ട് പൊള്ളി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സെലോളിയം ഡാം വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം കേട്ടോ. വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ.